അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പാത്തോളജിയിൽ 5 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമായുള്ള ഗാംഗ്രീനെയും അതിൻ്റെ ടൈപ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. BDS സെക്കൻഡ് ഇയർ എക്സാമിനേഷൻ നമ്മൾ വരാൻ പോവുകയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾക്കൊരു പെട്ടെന്ന് ഈസി ആയിട്ടൊരു ക്യാപ്സ്യൂൾ എന്ന രീതിക്കുള്ളൊരു ഷോർട്ടായിട്ടുള്ളൊരു പ്രസൻറ്റേഷനാണ് ഈ ക്ലാസ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ ഗാംഗ്രീൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു കഥ പോലെ പറയാം. ഒരു സ്ഥലത്ത് കുറേ വീടുകളുണ്ടായിരുന്നു. സോ ആ വീട്ടിലോട്ട് ഭക്ഷണം എത്തിക്കുന്നത് ഒരു റോഡ് വഴിയായിരുന്നു. ആ റോഡിൽ ഒരു തടസ്സം വന്നപ്പോൾ അവിടേക്ക് ഫുഡ് എത്തിക്കപ്പെടാൻ ഭയങ്കര പ്രയാസമായി. അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ മരിക്കാൻ തുടങ്ങി. അങ്ങനെ അവരുടെ ശരീരത്തിലൊക്കെ ബാക്ടീരിയ വന്ന് അഴുകിപ്പിക്കാൻ തുടങ്ങി. സോ ഈ ഒരു സംഭവത്തിന് നമുക്ക് ഇതിലേക്ക് എങ്ങനെ പറയാം? ഈ നമ്മുടെ ഗാംഗ്രീൻ എന്ന് പറയുന്നത് നെക്രോസിസ് ആണ്. നെക്രോസിസ് നമ്മൾ പറഞ്ഞു സെൽ ഡെത്താണ്. അതിനൊപ്പം തന്നെ പ്യൂട്രിഫാക്ഷൻ, സൂപ്പറായിട്ട് പ്യൂട്രിഫാക്ഷൻ എന്ന് പറഞ്ഞതാണ് ബാക്ടീരിയ വന്നത് അഴുകിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പ്യൂട്രിഫാക്ഷൻ എന്ന് പറയുന്നത്. ഇത് മേജർലി ഒക്കർ ചെയ്യുന്നത് ഇഷ്കീമിയ കാരണമാണ്. സോ ഇതിനെയാണ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ നെക്രോസിസ് ഓഫ് എ ടിഷ്യൂ വിത്ത് സൂപ്പർ ആഡഡ് പ്യൂട്രിഫാക്ഷൻ ഡ്യൂ ടു ഇഷ്കീമിയ. സോ ഈ ഒരു കാര്യത്തിന് നമ്മൾ എന്തെന്ന് പറയുന്നത് ഗാംഗ്രീൻ എന്ന് നമ്മൾ മെയിൻലി പറയുന്നത്. ഇനി നമ്മൾ അതിൻ്റെ ടൈപ്സിനെ കുറിച്ച് പഠിക്കാം. ഡ്രൈ ഗാംഗ്രീൻ, വെറ്റ് ഗാംഗ്രീൻ ആൻഡ് ഗ്യാസ് ഗാംഗ്രീൻ. അങ്ങനെ 3 ടൈപ്പ് ഗാംഗ്രീൻസ് ആണ് നമുക്ക് മൊത്തത്തിൽ ഇവിടെ പറയാനുള്ളത്. സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡ്രൈ ഗാംഗ്രീനെ കുറിച്ചിട്ടാണ്. സോ ഈ ഡ്രൈ ഗാംഗ്രീൻ എന്ന് പറയുന്നത് നമ്മൾ മേജർലി നമ്മുടെ ടോസിലൊക്കെയാണ്, നമ്മുടെ കാലിലെ ടോസിലാണ് മേജർലി ഇത് കാണപ്പെടുന്നത്, ഈ ഡ്രൈ ഗാംഗ്രീൻ. അതേപോലെ തന്നെ ഓൾഡ് ഏജ്ഡ് ആയുള്ള പീപ്പിളുകളിൽ അവരുടെ ലിംസിനെയും അതേപോലെ തന്നെ ഫീറ്റിനെയും ഇത് ബാധിക്കുന്നത്. ഡിസ്റ്റൽ പാർട്ട് ഓഫ് ദ ടോസിലാണ് മേജർലി കാണുന്നത്. അതേപോലെ നമ്മുടെ ലിംബിലും അതേപോലെ ഫീറ്റിലും ഇത് ഓൾഡ് ഏജ് പീപ്പിളിൽ മേജർലി നമുക്ക് കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇത് കോസ് ചെയ്യിപ്പിക്കുന്ന ഇഷ്കീമിയ കാരണമാണ്. ഈ ഒരു ഇൻഫെക്ഷൻ പതുക്കെ നമ്മുടെ മുകളിലേക്ക് കയറും. കാലിലുള്ള സാധനം പിന്നീട് മുകളിലോട്ട് കയറിപ്പോകും. ഒരു പോയിന്റ് എത്തുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യും. എപ്പോഴാണ് നമുക്ക് ബ്ലഡ് സപ്ലൈ തിരികെ കിട്ടുന്ന ഒരു പോയിന്റ് എത്തുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യും. ഇനി ഇവിടെ ഒരു ലൈൻ ഓഫ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അതിര് പോലെ നമുക്ക് ഈ പറഞ്ഞ ഗാംഗ്രീനേഷ്യസ് ആയിട്ടുള്ള ഭാഗമായിട്ടും വയബിൾ ആയിട്ടുള്ള രോഗം ബാധിക്കാത്ത ഭാഗവും രോഗം ബാധിച്ച ഭാഗവും തമ്മിൽ ഒരു ലൈൻ ഓഫ് പ്രസിപ്പിറ്റേഷൻ അവിടെ ഫോം ചെയ്യുന്നുണ്ട് എന്നതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഗ്രോസറി നോക്കുകയാണെങ്കിൽ ആ ഭാഗം ഡ്രൈ ആയിട്ടും ഷ്രങ്കനായിട്ടും ഡാർക്ക് കളേർഡായിട്ടാണ് കാണുന്നത്. ഈ ഡാർക്ക് കളേർഡായിട്ട് കാണാൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ RBCയിലെ അയേണും ബാക്ടീരിയ നിർമ്മിക്കുന്ന ഈ പറഞ്ഞ ഹൈഡ്രജൻ സൾഫൈഡും കൂടി ചേർന്നിട്ട് അയൺ സൾഫൈഡ് എന്ന് പറയുന്ന ഒരു സാധനം ഫോം ചെയ്യുകയാണ്. സോ അതുകൊണ്ടാണ് ഈ നമ്മുടെ ആ ഒരു ഭാഗം ടോസിൻ്റെ ഭാഗമൊക്കെ ഡാർക്ക് കളേർഡായിട്ട് കാണിക്കുന്നത്. ഇനി ഇതിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഗ്യാസ് ഗാംഗ്രീനെ കുറിച്ചിട്ട് സ്പെസിഫിക് ആയിട്ടും ചോദിക്കാം. നമ്മുടെ 3 ടൈപ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ട് മേജർലി നമ്മളോട് ചോദിക്കുന്ന ഗ്യാസ് ഗാംഗ്രീനെ കുറിച്ചിട്ടായിട്ടാണ്. അതാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. സോ ഈ ഗ്യാസ് ഗാംഗ്രീൻ എന്ന് പറയുന്നത് നമ്മളെ ബ്ലഡിലൂടെ ഒരു ഇഞ്ചുറി സംഭവിച്ച ആ ഇഞ്ചുറിയിലൂടെ നമ്മുടെ ക്ലോസ്ട്രീഡിയം ടെറ്റനസ് കോസ് ചെയ്യിപ്പിക്കുന്ന ക്ലോസ്ട്രീഡിയം ടെറ്റനൈ നമ്മുടെ ബോഡിയിലേക്ക് കയറുവാണ്. ഇതൊരു അനൈറോബ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് വേണ്ട, ഓക്സിജൻ്റെ പ്രസൻസ് വേണ്ട. സോ അവർ ഓക്സിജൻ ഇല്ലാത്ത സ്ഥലത്ത് അവർ തങ്ങി നിൽക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് അവരവിടെ നിന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിന് റിലീസ് ചെയ്യും. സോ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ബബിൾ ഫോർമേഷൻ നമ്മൾ ഇതിലൊരു മേജർ ഫീച്ചറായിട്ട് നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ ഇവിടെ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എഡിമ എന്ന് പറയുന്ന എഡിമയും സംഭവിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇവരെ ഗ്രോസ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഭാഗം ഭയങ്കര സ്വെല്ലനായിട്ടാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ക്രെപ്പിറ്റൻ സൗണ്ട് എന്ന് പറയുന്നത് ഈ ഗ്യാസ് ബബിൾസ് ഫോം ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ആ ഇത് നമ്മൾ പറഞ്ഞാണ് ക്രെപ്പിറ്റൻ സൗണ്ട് എന്ന് മേജർലി പറയുന്നത്. ഇനി നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുകയാണെങ്കിൽ ബാസിലെ കാണാൻ പറ്റും. ഗ്രാം പോസിറ്റീവുള്ള ബാസിലേനെ നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ മസിൽ ഫൈബേഴ്സ് കൊയാഗുലേറ്റഡ് ലിക്വിഫാക്ഷൻ നെക്രോസിസ് കാണിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. സോ മേജർലി നമ്മളെ ഗാംഗ്രീനെ കുറിച്ച് ചോദിച്ചാൽ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഗാംഗ്രീൻ എന്ന ഡെഫിനിഷൻ എഴുതാൻ മറക്കരുത്. അതിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ്, ഡ്രൈ, വെറ്റ് ആൻഡ് ഗ്യാസ് ഗാംഗ്രീൻ. എന്നിട്ട് നമ്മൾ പറയുന്നത് ഡ്രൈ ഗാംഗ്രീൻ ആണ്. ഡ്രൈ എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രൈ ആയുള്ള കാര്യം ആലോചിക്കുക, നമ്മുടെ കാലിലാണ്. അതേപോലെ തന്നെ നമ്മുടെ ആ ഭാഗം ഭയങ്കര ഡാർക്ക് കളർഡായി കാണുന്നു. നമ്മൾ ലൈൻ ഓഫ് പ്രസിപ്പിറ്റേഷനെ കുറിച്ച് പറയുക, മുകളിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നു, ഒരു പോയിന്റിൽ ബ്ലഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഡാർക്ക് കളർഡ് ആവുന്നത്, നമ്മളെ അയൺ സൾഫൈഡ് ഫോർമേഷൻ കൊണ്ടാണെന്ന് പറയാം. ഗ്യാസ് ഗാംഗ്രീനിൽ ക്ലോസ്ട്രീഡിയം കയറുന്നത് കൊണ്ടാണ്. അവിടെ ക്രെപ്പിറ്റൻ സൗണ്ടിനെ കുറിച്ച് നമ്മൾ പറയുക, സ്വെല്ലനായിട്ട് രീതിയിലാണ് കാണുന്നത്. മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്, ഇവിടെ എഡിമേൻ്റെ കേസ് പറയുക. മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു മസിൽ ഫൈബേഴ്സ്, നമ്മുടെ മസിൽ ഫൈബേഴ്സ് എന്താ കാണിക്കുന്നത്, നെക്രോസിസും ലിക്വിഫാക്ഷനും വിത്ത് ലിക്വിഫാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നുണ്ട്. ആൻഡ് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഗ്രാം പോസിറ്റീവായുള്ള ബാസിലേനെ കാണാൻ പറ്റുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഗാംഗ്രീൻ ചോദിക്കുമ്പോൾ എഴുതേണ്ടത് കേട്ടോ.